മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് ദിയ കൃഷ്ണ. ഇപ്പോഴിതാ തൻ്റെ മകൻ്റെ വിശേഷങ്ങൾക്കൊക്കെ ശേഷം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വിവാഹിതയായിരിക്കുന്നുവെന്നും താരത്തിന് വേണ്ടി ഇപ്പോഴിത് ബ്രൈഡൽ ഷവർ കൂടി നടത്തിയിരിക്കുകയാണ് ദിയ. അതിന് ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ ഞാൻ ഒരുങ്ങുന്നത് കണ്ടാൽ എൻ്റെ ബ്രൈഡൽ ഷവറാണ് എന്ന് തോന്നുമെന്ന് ദിയ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ ബ്രൈഡൽ ഷവറും കഴിഞ്ഞ് എൻ്റെ ബേബി ഷവറും കഴിഞ്ഞാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് കണ്ടാൽ പറയില്ലല്ലോ എന്ന് ദിയ പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഒരുങ്ങുന്നത് എന്നാണ് ദിയ ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ അശ്വിൻ്റെ ഒരു മറുപടിയുണ്ട്. നമുക്ക് വീണ്ടും കല്യാണം നടത്താനാകില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ബ്രൈഡൽ ഷവർ നടത്താമല്ലേ എന്ന്. അപ്പോൾ തന്നെ ദിയ പറയുന്നുണ്ട്, ഒരു ബ്രൈഡൽ ഷവർ നടത്തിയതിൻ്റെ ക്ഷീണം എനിക്കിതുവരെ മാറിയില്ല എന്ന്. ഒന്ന് പ്രസവിച്ചതിൻ്റെ ക്ഷീണം ഇപ്പോൾ മാറിയില്ല എന്നും അടുത്തതിന് ഇപ്പോഴൊന്നും സമയമായില്ല എന്നുമാണ് ദിയ പറയുന്നത്. ഇതിനു മുൻപും ഇതേ കാര്യം വ്ളോഗിലൂടെ ഇരുവരും സംസാരിച്ചപ്പോൾ തന്നെ പുറത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബേബിക്ക് സമയമായി എന്ന് അശ്വിൻ പറയുമ്പോൾ ദിയ അപ്പോൾ തന്നെ അത് മാറ്റി പറയുന്നുണ്ട്. കുട്ടികളെ വളരെയധികം ഇഷ്ടമായിട്ടുള്ള ദിയ ഇത് പറയുമ്പോൾ തന്നെ ദിയ ആ വേദനയെക്കുറിച്ചാണ് ഓർത്തെടുത്ത് പറയുന്നത്. എന്നാൽ ഇനിയും കുഞ്ഞുങ്ങൾ വേണം എന്ന് ദിയയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് മുൻപ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉടനെയല്ല, ഇവൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ട് ഇവനെല്ലാ ശ്രദ്ധയോടെയും ഇവൻ്റെ കുഞ്ഞുകാലമെല്ലാം നോക്കിയതിന് ശേഷം ഇവനൊരു പ്രായമാകും. അപ്പോൾ അവനെ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ വിടണം. ആ ഒരു പ്രായമാകുമ്പോഴേക്കും ഞാൻ അടുത്തയാളെപ്പറ്റി ആലോചിക്കാം. ഓമിക്ക് ആരും കൂട്ടുവേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്ന് ഞാൻ പറയൂ. ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴല്ല, അത് സമ്മതിച്ചു. എന്നിരുന്നാലും ആ ഒരു രീതിയിൽ നിന്ന് ഞാൻ തിരികെ എൻ്റെ ശരീരത്തെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ശരീരത്തെ പാകപ്പെടുത്തി എടുത്തു വരുന്നതേ ഉള്ളൂ. അതെല്ലാം കൊണ്ട് തന്നെയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദിയ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ അഞ്ജലിയുടെ ബ്രൈഡൽ ഷവറിന് ഞാൻ ഒരുങ്ങുന്നത് കണ്ടാൽ എൻ്റെ ബ്രൈഡൽ ഷവറാണെന്ന് തോന്നുമെന്നും അഞ്ജലി പോലും ഇത്രയും ഒരുങ്ങിയിട്ടില്ലെന്നുമാണ് ദിയ പറയുന്നത്. സ്വയമേ ട്രോളാനും ഇത്തരത്തിൽ തമാശ രൂപേണ എല്ലാ കാര്യങ്ങൾ സംസാരിക്കാനും ദിയെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ. തന്നെ ട്രോളാൻ പോലും തനിക്ക് മറ്റൊരാളുടെയും ആവശ്യമില്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ രസകരമായി എടുക്കുന്നൊരു വ്യക്തിയാണ് ദിയ. എല്ലാം വളരെയധികം സില്ലിയായിട്ട് എടുക്കുന്ന ഒരാളാണ് ദിയ. അങ്ങനത്തെ ഒരു സ്വഭാവം വളരെ നല്ലതാണ് എന്നും ഇവരുടെ കുടുംബത്തിൽ അധികമാർക്കും ഇല്ലാത്തൊരു സ്വഭാവമാണതെന്നും കൃഷ്ണകുമാർ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചില്ല എല്ലാ കാര്യങ്ങളും എടുക്കുന്നതും സീരിയസ് ഇല്ലാതെ നിൽക്കുന്നതുമെല്ലാം ദിയയാണ്. ഭൂരിഭാഗം സമയത്തും നെഗറ്റീവ് കമൻസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അത് ദിയയെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതാലോചിച്ച് ദിയ ഒരിക്കലും വിഷമിച്ചിരുന്നിട്ടില്ല എന്ന് പലപ്പോഴായി ഇതിലെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.